വർഷങ്ങളായുള്ള ഒരു ആഗ്രഹമായിരുന്നു നോർത്ത് ഇന്ത്യയിലേക്കൊരു യാത്ര. അങ്ങനെ കഴിഞ്ഞ ജനുവരിയിൽ എന്റെ ആഗ്രഹം പൂവണിഞ്ഞു. ട്രെയിനും ബസും ഷെയർ ടാക്സിയും എന്ന് വേണ്ട ലിഫ്റ്റ് അടിച്ചു വരെ ഞാൻ യാത്ര ചെയ്തു. ജനുവരി 10 വൈകുന്നേരം എന്റെ അടുത്തുണ്ടായിരുന്ന ടെന്റും ഒരു മാറ്റും പിന്നെ 2-3 ജോഡി ഡ്രസ്സും ബാഗിലാക്കി കോഴിക്കോട് നിന്നും ട്രെയിൻ കയറി. 2 വർഷം മുന്നേ ഞാൻ നടത്തിയ ഒരു സൈക്കിൾ റൈഡ്, അത് അവസാനിപ്പിച്ചത് ഗോകർണിൽ ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാവാം ഈ യാത്രയുടെ തുടക്കം എന്ന് കരുതി. ഗോവ പലതവണ പോയതായതുകൊണ്ട് മാത്തേരനിലേക്ക് പോയി, പിന്നീട് മുംബൈ ടച്ച് ചെയ്ത് നേരെ അഹമ്മദാബാദ്, അവിടുന്ന് വൈറ്റ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന റാൻ ഓഫ് കച്ചിലേക്ക്. അത് വേറിട്ടൊരു അനുഭവമായിരുന്നു. ഒരു ട്രാവലർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും അവന്റെ യാത്രാനുഭവങ്ങൾ കേൾക്കാനും അതിനെ പ്രശംസിക്കാനും ആളുകളുണ്ടാവുമ്പോഴെന്ന് അവിടെ നിന്നും എനിക്ക് മനസ്സിലായി. പിന്നീട് അജ്മീർ ദർഗാ ഷെരീഫ്. പക്ഷെ എന്റെ എല്ലാ എക്സ്പെക്ടേഷൻസും തെറ്റി. എന്നാൽ അവിടുത്തെ കവാലി, അത് എടുത്തു പറയേണ്ട ഒരു അനുഭവമാണ്. പിന്നീട് ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന ജോധ്പൂരും ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ജയ്സാൽമീറും. ജയ്സാൽമീറിന് തനോത്ത് ബോർഡർ വില്ലേജാണ്. അവിടേക്ക് പോയ യാത്ര, അത് എന്റെ ഈ എക്സ്പെഡിഷനിലെ ഒരു നായികക്കല്ലാണ്. പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ, നമ്മൾ അതിയായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാൻ ഈ പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കും എന്നത് ഞാൻ അനുഭവിച്ചു. കാരണം ലോങ്ങാവാലെ പോകാൻ ടാക്സിക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വേറെ ഒരു വഴിയും ഇല്ലാന്ന് ഉറപ്പിച്ച് ആ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ദൈവഹസ്തം പോലെ വന്ന് ലോങ്ങാവാലയും അവിടുന്ന് ജയ്സാൽമീറും തുച്ഛമായ പൈസക്ക് എത്തിച്ച ഒരു ടാക്സി ഡ്രൈവർ, അതിന് സഹായിച്ച പേര് പോലും അറിയാത്ത ഒരു ബയ്യ. അങ്ങനെ രാജസ്ഥാന്റെ കാഴ്ചകളുടെ ഒരു ലൂപ്പുണ്ട്. അത് ബിക്കാനീരിലെ രാത്രിയിൽ അവസാനിപ്പിച്ച് ലോകാത്ഭുതം കാണാൻ ആഗ്രയിലോട്ട്. അങ്ങനെ താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ട് ഡൽഹി വഴി മണാലിക്ക്, മഞ്ഞിൽ പുതഞ്ഞ സിസുവും കസോളും ഒക്കെ കറങ്ങി തിരിച്ചു ഡൽഹിയിൽ. ഡൽഹിയിലെ ചരിത്ര പ്രാധാന്യങ്ങളിലൂടെ സഞ്ചരിച്ചു. പിന്നീട് നേരെ പ്രയാഗ്രാജിലേക്ക്. അവിടെ അപ്പോൾ കുംഭമേള നടക്കുകയാണ്. MDയുടെ വാരണാസി വായിച്ചപ്പോൾ തൊട്ടുള്ള സ്വപ്നമായിരുന്നു ശവങ്ങൾ കത്തിയെരിയുന്ന മണികർണിക ഘട്ടിലെ കാഴ്ചകൾ നേരിട്ട് കാണുക. അജ്മീർ എന്നെ നിരുത്സാഹപ്പെടുത്തിയെങ്കിൽ വാരണാസി അങ്ങനെയായിരുന്നില്ല. പിന്നീട് കൊൽക്കത്ത പോവാൻ വേണ്ടി കിട്ടിയ വണ്ടിയിൽ പട്നയ്ക്ക്. അവിടെ വെച്ചാണ് അറിഞ്ഞത് അവിടെ അടുത്താണ് നേപ്പാൾ ബോർഡറായ റക്സോൾ. നോക്കിയപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ബസ്സും. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ആ ബസ്സിലങ്ങ് കയറി. അങ്ങനെ ബസ്സിറങ്ങി നടന്നുകൊണ്ട് എന്റെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ്. ബോർഡർ ക്രോസ് ചെയ്ത് നേപ്പാളിലെത്തി. ബസ്സിൽ നിന്നും പരിചയപ്പെട്ട ആളുടെ കൂടെ കാഠ്മണ്ഡുവിലേക്ക്. 2 ദിവസം റൂമും ഫുഡും ആളുടെ വകയായിരുന്നു. പിന്നീട് പൊക്കാരയും അവിടെ നിന്ന് ഓസ്ട്രേലിയൻ ക്യാമ്പും ദാംബസ് വില്ലേജും അടങ്ങുന്ന ഒരു ട്രക്കും ചെയ്ത് ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയും സന്ദർശിച്ച് വീണ്ടും ഡൽഹിക്ക്. ഇത്തവണ ഡൽഹി എന്നെ വരവേറ്റ് നിറയെ സുഹൃത്തുക്കളുമായാണ് യാത്രകൾ തുടർന്നു. ഹരിദ്വാറും ഋഷികേശും പിന്നെ ഡെറാഡൂൺ. എന്തു ചെയ്യണം എന്നാലോചിച്ചു നിന്നപ്പോൾ കണ്ണിൽപ്പെട്ട ഒരു സ്ഥലം. പല വണ്ടി മാറി മാറി ലിഫ്റ്റ് അടിച്ചു പോയി. ഇനി മുന്നോട്ട് പോണോ എന്ന് വരെ ചിന്തിച്ച, എന്നാൽ എത്തിയപ്പോൾ വണ്ടടിച്ചു നിന്നുപോയ, പടച്ചോന്റെ സൃഷ്ടി വൈഭവം എത്ര മനോഹരമാണെന്ന് ചിന്തിച്ചു പോയ റോബേഴ്സ് കേവ്. പിന്നീട് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ, എന്നാൽ ഈ 2 സംസ്ഥാനങ്ങളുടെയും ഭാഗമല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് വഴി ജമ്മു. പിന്നെ മുഗൾ രാജാവ് ജഹാംഗീർ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച കാശ്മീരിലേക്ക്. അതൊരു കൊച്ചു സ്വർഗം തന്നെയാണെന്ന് തോന്നുന്നു. അതിമനോഹരമായ തായ്വരകൾ, അതിലും മനോഹരമായ മനുഷ്യർ. എന്റെ യാത്രയിൽ മനസ്സുകൊണ്ട് ഇന്നും തങ്ങി നിൽക്കുന്ന സ്ഥലം അത് കാശ്മീർ തന്നെയാണ്. എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന വാഗാ ബോർഡർ. അങ്ങനെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലെ പായസം കൊതിതീരും വരെ കുടിച്ചു. അവസാന ട്രെയിൻ കയറി. രാജസ്ഥാനിലെ പൊടിക്കാറ്റിനൊപ്പം എന്റെ യാത്ര